ഗൈസ്, അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഞാൻ നീച്ചു വരികയാണ്. ഉറക്കം ഒന്ന് ക്ഷീണമായിട്ട് വിട്ടിട്ടില്ല. അമ്മേനെ കുറേ നേരമായി വിളിക്കൽ തുടങ്ങിയിട്ട്. ഇനി നീച്ചില്ലെങ്കിൽ ശരിയാവില്ല. ലച്ചുരീറ്റ മുന്നേ നീച്ചു പോയിട്ടുണ്ട്. പിന്നെ രാവിലെ തണുപ്പല്ലേ, അപ്പം നീക്കാനൊരു മടിയാണ്. അപ്പം അച്ഛൻ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നീച്ചില്ല എന്നുണ്ടെങ്കിൽ അച്ഛനേക്ക് നല്ല അടി കിട്ടും. പിന്നെ തണുപ്പൊക്കെ അല്ലേ, അപ്പം അടി കിട്ടിയാൽ നല്ല വേദന ഉണ്ടാവും. ഇനി ഞാൻ നീക്കട്ടെ. അപ്പം ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. ഞാനൊക്കെ എപ്പോഴാ വെള്ളം കുടിച്ചിട്ടുണ്ട്, എപ്പോഴാ നീച്ച് വരുന്നേ. അപ്പൊ ഞങ്ങൾ നിത്യകാര്യം പഠിക്കട്ടെ, ഞങ്ങൾക്ക് പരീക്ഷ ഒക്കെ ആവാനായി. പിന്നെ നാളെ വോട്ടിന്റെ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസം ലീവാണ്. ഇന്ന് നാളെയൊക്കെ ലീവാണ്. അപ്പൊ പിന്നെ പരീക്ഷ എടുക്കാനായില്ലേ. ഞങ്ങൾക്ക് 15-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്. ഹാഫ് ഇയർലി എക്സാം ആണ്. പിന്നെ ഇത് കെമിസ്ട്രിയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ് ഇത്. എനിക്കത് തീരെ ഇഷ്ടമില്ല. എന്റെ ഇഷ്ടമില്ലാത്ത വിഷയം എന്ന് വെച്ചാൽ ഫസ്റ്റ് കെമിസ്ട്രിയാണ്. അമ്മ പിന്നെ അടുക്കളയില് എന്തൊക്കെയോ അമ്മന്റെ പണി തിരക്കിലാണ്. ചായ ഉണ്ടാക്കാൻ തോന്നുന്നു. ഞങ്ങൾക്ക് അറിയില്ല ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നുള്ളത്. ഇനി വായിച്ചു കഴിഞ്ഞിട്ട് അമ്മേന്റെ അടുത്ത് ഒന്ന് പോയി നോക്കണം. അപ്പൊ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളെ ചായ കുടിക്കട്ടെ. അപ്പൊ അമ്മ ഇവിടെ ഉഴുന്ന് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉഴുന്ന് ദോശ ഉണ്ടാക്കുന്ന ദിവസമൊക്കെ പിന്നെ അവർക്ക് മസാല ആക്കിയിട്ട് ഉണ്ടാക്കണം. അതാണ് അവർക്ക് ഇഷ്ടം. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അമ്മ ഇതിലല്ലായിരുന്നു മസാല ദോശ ഉണ്ടാക്കല്. കുറച്ച് വലിയ ഫ്രൈ പാനിലായിരുന്നു ഉണ്ടാക്കല്. എന്നെ കൊണ്ട് മസാല തേച്ചതിന് ശേഷം ഇത് ഇങ്ങനെ ചുരുട്ടി കഴിക്കണതാണ് ഇഷ്ടം. എന്നാ പിന്നെ ഇങ്ങനെ കടിച്ച് കഴിക്കല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചുരുട്ടി എടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എന്നെ കൊണ്ട് കഴിയാത്തോണ്ടൊന്നല്ല, ഞാൻ പിന്നെ അമ്മയ്ക്ക് കൊടുത്തരാ. അപ്പൊ ഞങ്ങള് ചായ കുടിക്കട്ടെ ഗൈസ്. നെരിഞ്ഞോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കർമുറ കടിക്കാൻ വേണ്ടിണ്ട്. മസാല ദോശ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഒന്നും കൂടി ഇഡ്ഡലി നല്ല ഇഷ്ടമാണ്. ഇഡ്ഡലിയും സാമ്പാറും. പിന്നെ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടം നൂൽപുട്ടും ഇഷ്ടകറിയാണ് കേട്ടോ. അതുണ്ടെങ്കിൽ ഞാൻ കുറേ തിന്നും. എനിക്ക് നല്ല ഇഷ്ടമാണത്. പിന്നെ സച്ചിന് ഓട്ടോട എന്ന് പറഞ്ഞ സാധനമേ പറ്റൂല. അത് ഇവിടെ ഉണ്ടാക്കണമെന്നൊക്കെ അമ്മേനെ ഏറ്റവും അടി ഉണ്ടാക്കലാണ്. ആ സാധനം തിന്നുന്നില്ല. ആ സാധനം ഒരു രസം ഉണ്ടാവില്ല, കട്ടിയാവും. അപ്പൊ ഞാനൊരു സാധനം കാട്ടിത്തരാം ഗൈസ്. അത് വേറെ എന്തുമല്ല ഗൈസ്, കപ്പയാണ് കേട്ടോ. ഇത് ചാക്കിലൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. അപ്പൊ ഇത്ര കപ്പ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പറിക്കാൻ കാരണം ഇന്ന് ഇവിടെ പണിക്കാരുണ്ട്. പിന്നെ അച്ഛൻ ഇത് പറിക്കാൻ പോയപ്പോൾ ഞാനത് കണ്ടില്ല. ഇത് പിന്നെ ഞങ്ങൾ ചാക്കിലൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. ഇവിടെ പെരിച്ചായിൻ്റെ ശല്യം നല്ല ഉണ്ടായിട്ട്. അപ്പം ഞങ്ങളൊന്ന് ചാക്ക് പരീക്ഷിച്ച് നോക്കിയാണ്. ഇനി ചാക്കിൽ കുഴിച്ചിടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇനി കുഴിച്ചിടാൻ മതി. അപ്പം ഇത്ര കപ്പ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചിക്കൻ നന്നാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു പണിക്കാരനുണ്ട്. ഞങ്ങളെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ വേര് പൊന്തിയിട്ട് ഒന്നായിട്ട് ഇളകി പോകുന്നത്. അപ്പോൾ അത് ഒന്നും കൂടി രണ്ടാമത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, ടൈലൊന്നും കൂടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പണിക്കാരനെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നോലുമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അമ്മച്ചനും അമ്മമ്മയും മലയ്ക്ക് പോയി വന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ മീനൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങളെ നോലുമ്പ് മുറിച്ചുകൊണ്ട് ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ പണിക്കാരനും കൂടി വരുമ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛത് അവിടെ കണ്ടത്തുള്ള മട്ടലൊക്കെ വെക്കാണ് കേട്ടോ. ഇവിടെ പണി സച്ചനും പിന്നെ അച്ഛൻ ചന്തയിൽ നിന്ന് 2 മീനിനെ കൊണ്ടുകൊടുത്തിരുന്നു. അതിനെ നോക്കണ പണിയാണ് കേട്ടോ. ഇനി ഇതിന്റെ കമ്പം തീരോളിഞ്ഞോ ഇതിന്റെ പിന്നാലെ ഉണ്ടാവും. ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കന് ഇതിൽ വറ്റൽമുളക് യൂസ് ചെയ്തിട്ടാണ് ഈ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൽ മുളകും പൊടി ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ ചിക്കൻ മസാലയും പിന്നെ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഈ ചിക്കൻ വെച്ചിട്ടുള്ളത്.
ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചിക്കൻ കറി ഉണ്ടാക്കൽ. ചിക്കൻ ഇങ്ങനെ തന്നെയാണ് വെക്കൽ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ചിക്കൻ മുഴുവൻ കഴിക്കും കേട്ടോ. മറ്റേ കറിയൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ ചിക്കനൊന്നും അങ്ങനെ അധികം കഴിക്കലില്ല. അതിൻ്റെ കറി മാത്രമേ എടുക്കലുള്ളൂ. പിന്നെ ചേച്ചി ഇറച്ചി മീനൊന്നും കൂട്ടൂല. ചേച്ചിക്ക് പിന്നെ ഒന്നും പറ്റൂല. മുട്ട പറ്റൂല, പാല് പറ്റൂല, ഒരു സാധനം പറ്റൂല. അതൊന്നും ഇത് മുളക് പൊടി യൂസ് ചെയ്യാതെ വറ്റൽമുളക് ഉപയോഗിച്ചിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഉണ്ടാക്കാന്നുള്ളൊരു റെസിപ്പി ഞാൻ വേറൊരു ദിവസം വീഡിയോ ചെയ്യാം. വരട്ടി വെച്ചതുകൊണ്ട് തന്നെ കറി വേറെ വേണം. അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പാർ റെഡിയാണ്. ഇനി ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം. അപ്പൊ ഞങ്ങള് പാപ്പന്റെ വീട്ടിലേക്ക് പോവാന്ന് വെച്ചതാണ്. മാമന്റെ വീടിന്റെ അടുത്താണ് പാപ്പന്റെ വീടും. അപ്പൊ ഞങ്ങള് വെറുതെ ഒന്ന് പോയി വരാന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ പാപ്പന്റെ വീട്ടിൽ പോയതിന് ശേഷം അമ്മമ്മേന്റെ വീട്ടിൽ പോയി. അവിടുന്ന് അധികം ദൂരമില്ല കേട്ടോ അമ്മമ്മേന്റെ വീട്ടിലേക്ക്. ഇവിടെ വന്നാൽ ഞാൻ ആദ്യം ഓടല് ഈ മീനിന്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പൊ ഇതിന് ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ മീനൊക്കെ ഇതാ മേലേക്ക് വരുന്നേ കാണാം. ഞങ്ങൾ പോരാ നേരത്തെ പിന്നെ അമ്മമ്മ ഇടിച്ചക്ക എടുക്കാൻ പറഞ്ഞു. ഇവിടെ പിന്നെ മൂക്കാൻ നേരത്തെ കുരങ്ങന്മാരെ ശല്യം ഉണ്ടാവണോണ്ട് അവർക്ക് കിട്ടലൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇടിച്ചക്ക ചെറുതായിട്ടായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് എടുക്കാൻ പറഞ്ഞതാണ്. അപ്പം അച്ഛന് സ്വച്ഛ എടുക്കാൻ വന്നപ്പോൾ ഞാനും അവരുടെ കൂടെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ചക്കൊക്കെ എടുത്തതിൻ്റെ ശേഷം വീട്ടിലേക്ക് തന്നെ പോന്നു കേട്ടോ. ചേച്ചിക്ക് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ചേച്ചി ഞങ്ങളെ കൂടെ പോന്നിട്ടില്ല. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ.